ഈ ലഹരി വസ്തുക്കൾ നമ്മുടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുക. അതായത് കുട്ടികളുടെയൊക്കെ ഭാവി ഇതോടുകൂടി, അതായത് സ്കൂൾ വാട്ടൊക്കെ ബന്ധപ്പെടുത്തൊക്കെ ഇതിൻ്റെ ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മൾ തീർത്തും എല്ലാ സ്ഥാപനങ്ങളും റെയ്ഡ് നടത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി പെരിന്തൽമണ്ണ നഗരസഭ. ഓപ്പറേഷൻ തൂഫാൻ ജനകീയമാക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ബഹുജന റാലി ഉൾപ്പെടെ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾക്ക് യോഗം രൂപം നൽകി. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്ക് മറ്റൊരു ചുവടുവയ്പ്പിനൊരുങ്ങുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ വിജയകരമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗം നഗരസഭ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 17 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം തല ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം ജൂലൈ 16 പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ ബഹുജന റാലി സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഓപ്പറേഷൻ തൂഫാനെ ഒറ്റ ദിവസത്തെ പരിപാടിയായി കാണാതെ ലഹരിക്കെതിരായ തുടർച്ചയായ ജനകീയ മുന്നേറ്റമാക്കി മാറ്റുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. വ്യാപാരികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ലഹരി വിൽപ്പനയും ഉപയോഗവും സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചാൽ രഹസ്യമായി പരിശോധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് നീങ്ങുമെന്നും നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ വ്യക്തമാക്കി. നമ്മൾ തൂഫാനോടനുബന്ധിച്ച് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രാമാണ് നടത്തുന്നത്. തൂഫാൻ ഡയറക്റ്റ് മറ്റേ പോലീസിന്റെ കൺട്രോൾ നടത്തുന്നുണ്ട്. ലഹരി വസ്തുക്കൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാം ആക്കാൻ വേണ്ടിയാണ്. അതിന് എല്ലാവരുടെയും, എല്ലാ വ്യാപാരി വ്യവസായികൾ, കുട്ടികൾ, സ്കൂളുകൾ, അതേപോലെ മറ്റുള്ള സംഘടനകൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പ്രോഗ്രാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അവരെ വെച്ച് എല്ലാവരെയും വെച്ച് ഒരു വിളംബര യാത്ര നമ്മൾ 16 തീയതി 11 മണിക്ക് നടത്തുകയാണ്. അതിനുശേഷം 17 തീയതി മന്ത്രി ഇവിടെ പങ്കെടുത്തൊരു പ്രോഗ്രാമുണ്ട്. അതിനോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാമാക്കി തന്നെ, അതായത് തൂഫാൻ എന്നുള്ള രീതി മാത്രമല്ല, ഈ ലഹരി വസ്തുക്കൾ നമ്മുടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുക. അതായത് കുട്ടികളുടെയൊക്കെ ഭാവി ഇതോടുകൂടി, അതായത് സ്കൂൾ വാട്ടൊക്കെ ബന്ധപ്പെടുത്തൊക്കെ ഇതിൻ്റെ ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മൾ തീർത്തും എല്ലാ സ്ഥാപനങ്ങളും റെയ്ഡ് നടത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊരു ഇന്നൊരു കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെയർപേഴ്സൺ മുനിസിപ്പൽ ചെയർപേഴ്സൺ തന്നെയാണ്, കൺവീനർ സെക്രട്ടറി ഞാൻ തന്നെയാണ്. അങ്ങനെ ഒരു നമ്മുടെ കൗൺസിലേഴ്സ്, മെമ്പർമാരെ, മറ്റുള്ള വ്യാപാരി വ്യവസായികളെല്ലാം ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ 16 തീയതി ഈ പദയാത്ര, അതായത് വിളംബര യാത്ര നടത്തുന്നത്. അതിനുശേഷം 17 തീയതി മന്ത്രിയുടെ പ്രോഗ്രാമും വിജയിപ്പിക്കാനുള്ള എല്ലാ നടപടിയും ഇതിൽ കൈക്കൊള്ളുകയും അതിൻ്റെ ഈ കമ്മിറ്റി തന്നെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിരിക്കും. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ്, സെക്രട്ടറി ലാൽകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാലകത്ത് ബഷീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തോട്ടശ്ശേരി ഖദീജ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ്, പ്രതിപക്ഷ നേതാവ് V രാഹുൽ, പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ റിഷാദ് അലി, എക്സൈസ് ഓഫീസർ സുധീഷ് കൃഷ്ണ, ചമയം ബാപ്പു, ഷാലിമാർ ഷൌക്കത്ത്, വ്യാപാര സമിതി അംഗം ബഷീർ ഇമേജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? സുഖവും സന്തോഷവും നിരാശയും ഒക്കെ നിറഞ്ഞ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണെന്ന്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.